ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ Xavier. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ആനച്ചുവടി, ആനയടി എന്നും വിളിക്കും മലയാളത്തിൽ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആനയുടെ കാൽപ്പാടിന് സമാനമായ ആകൃതിയിലാണ് ഇതിന്റെ ഇല നിലത്തിങ്ങനെ വളരുക. അതുകൊണ്ടാണ് അത്ര ആ പേര് വന്നിട്ടുണ്ടാവുക. പിന്നെ സംസ്കൃതത്തിൽ ഇത് ഗോജിഹ്വ എന്നാണ് വിളിക്കുന്നത്. ഗോജിഹ്വ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ പശു, ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക്. പശുവിന്റെ നാക്കിന് സമാനമായ ആകൃതിയിലാണ് ഇതിന്റെ ഇലയുടെ ആകൃതി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഗോജിഹ്വ എന്ന് സംസ്കൃതത്തിലും ആനച്ചോടി അല്ലെങ്കിൽ ആനയടി എന്നും മലയാളത്തിലും വിളിക്കാനുള്ള പേരുകളുടെ സംഗതി. ഓക്കെ, ഇതിന് ബൊട്ടാനിക്കൽ നെയിം എലിഫന്റോപ്പസ് സ്കാബർ. എലിഫന്റോപ്പസ് സ്കാബർ എന്ന് ബൊട്ടാനിക്കൽ നെയിം, കമ്പോസിറ്റ് ഫാമിലിയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ മധുര തിക്തരസാണ്, മധുര വിഭാഗമാണ്, ലഘു സ്നിഗ്ധ ഗുണമാണ്, ശീതവീര്യമാണ്. ഇതാണ് ഇതിന്റെ ആയുർവേദ ഗുണങ്ങൾ. ഇനി ഇതിന്റെ ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതാണല്ലോ ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നൊന്നായിട്ട് പറയാം, ഇത് ഏതേത് അവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയാം. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആശയം എല്ലാവരിലും എത്തിക്കാനായിട്ടേ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തോ. ഇനി ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടോ, അതും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങൾ പറയാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്ന് പറയാം, ഏതേത് അവസ്ഥയിലേക്ക് ഇത് അവൈലബിൾ ആണെന്ന് പറയാം, എല്ലാം വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയാവുന്ന നിങ്ങൾ ഒരുപാട് പേര് ഇപ്പൊ തന്നെ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും പോപ്പുലർ ആയിട്ട് അറിയപ്പെട്ടുള്ള രണ്ട് സംഗതിയാണ് ഹൃദ്രോഗത്തിന് ഉപയോഗിക്കാമെന്നും അതുപോലെ രക്താർശസിന്, ബ്ലീഡിംഗ് പൈൽസിന് ഉപയോഗിക്കാമെന്നും നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാ പറയാന്ന് കൃത്യമായിട്ട്, എങ്ങനെ ഉപയോഗിക്കാന്ന് കൃത്യമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണും. അത് മാത്രമൊന്നുമല്ല, ഇനിയുണ്ട് ഒട്ടനവധി ഗുണങ്ങൾ. ഇതൊക്കെ എന്തെന്ത് കണ്ടീഷനിൽ ഉപയോഗിക്കാന്ന് ആദ്യം ചുരുക്കി പറയാം. അതായത് മന്ത് രോഗത്തിന്, ശരീരത്തിലുണ്ടാകുന്ന മുഴകൾക്ക്, ഇനി ആണി രോഗത്തിന്, അതുപോലെ മൈഗ്രെയിന്, കണ്ണിലുണ്ടാവുന്ന മുറിവിന്, മൂത്രച്ചൂട്, മൂത്രപ്പഴുപ്പ്, ഇത്തരം രോഗാവസ്ഥകൾ, ബാക്ക് പെയിന്, ബ്ലീഡിംഗ് പൈൽസിന്, ഡയബറ്റീസിന്, കൊളസ്ട്രോളിന്. ഓക്കെ, ഇനി നമുക്ക് ഈ രക്തം പോകുന്ന അവസ്ഥ മാത്രമൊന്നുമല്ല, മൂത്രച്ചൂടിന് പറ്റും. പിന്നെ അതുപോലെ ഈ കീടങ്ങളും പ്രാണിയൊക്കെ അടിച്ചുണ്ടാവുന്ന ആ പാടുകൾ, ആ കടിവായിലുണ്ടാവുന്ന നീറ്റിലും കടച്ചിലും ഉണ്ടാവില്ലേ, അത് മാറ്റുന്നതിന്. പിന്നെ നമുക്ക് പലതരം മുറിവുകൾ, ചതവൊക്കെ പറ്റിയിട്ട് അല്ലെങ്കിൽ വ്രണമായിട്ട്, രക്തദോഷം കൊണ്ടുണ്ടാകുന്ന വ്രണം കൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ എന്തുകൊണ്ട് അത് വർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് ഭയങ്കര വിഷഹരത്വമുണ്ട്. അതാണ് ഇതിന്റെ മറ്റൊരു സംഗതി. വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും, മുടി വളരാനായിട്ട് സഹായിക്കും. ഇതിനൊക്കെ ഇത് ഏതേത് അവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാവണമെങ്കിൽ, കേൾക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് മാത്രമാണ് നിങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ബൊട്ടാനിക്കൽ നെയിം, ഫാമിലി നെയിം മനസ്സിലായി, സംസ്കൃതം പേര് മനസ്സിലായി, മലയാളം പേരുകൾ മനസ്സിലായി. ഇത് നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരാൻ ഇച്ചിരി തണുപ്പ് വേണം, ഇത്തിരി ഈർപ്പം വേണം, തണൽ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബർ തോട്ടങ്ങൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അവിടേക്ക് ഇത് ഇങ്ങനെ കാട് പിടിച്ച് വളരും. പക്ഷെ ഒരാൾ ശ്രദ്ധിക്കാതെ കിടക്കുക. ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പോളയപ്പൻ വിളിച്ച അന്ന് തൊട്ട് ഞാൻ ഇതൊരു തൈ ലൈവായിട്ട് കാണിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് ശ്രമിക്കണതാ. കാര്യമായിട്ട് പരിശ്രമിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. ഇനി വൈകിച്ചൂടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുകാലത്ത് ഇത് കിട്ടില്ല, ഇനി മഴ വരണം. മഴക്കാലം തൊട്ട് ആ മഞ്ഞുകാലം വരെ ഇത് സുലഭമായിട്ട് ഉണ്ടാവും. ഇത് ധാരാളമായിട്ട് മിക്കവാറും തോട്ടങ്ങളിലും പറമ്പുകളിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഞാനിത് വീഡിയോയിൽ കാണിക്കാം, ഒരു തൈ ലൈവായിട്ട് കാണിക്കാം കേട്ടോ, ഒരു പിക്ചർ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് കേരളത്തിലെ ഒരുപാട് വൈദ്യന്മാര് രഹസ്യമായിട്ട് പറഞ്ഞിരുന്ന ഔഷധ പ്രയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോണേ. രഹസ്യമായിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ സംഗതി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനൊരു പ്രാധാന്യം കൊടുക്കില്ല. ഹൃദ്രോഗത്തിനുള്ള മരുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അതിനൊരു വില കൽപ്പിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത്ര ഇത് രഹസ്യമായിട്ട് കൊടുക്കണേന്നാണ് അതിലൊരു ത്രേ ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെ മരുന്നുകളാണ് ഇത് ഇവിടെ പച്ചയ്ക്ക് വിളിച്ച് പറയാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കാണുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമുക്ക് എവിടെന്നാ മുടി വളരാൻ എന്ത് ചെയ്യണമെന്ന് പറയാം. മുടി വളരാനായിട്ട് ഇത് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പറിച്ച് അരച്ചെടുത്തിട്ട് താളിയായിട്ട് ഉപയോഗിച്ചോ കുളിക്കാനായിട്ട്. അപ്പോൾ മുടിവേരുകൾക്ക് ബലം കിട്ടുന്നതിനും മുടി കറുത്ത് ഇടർ തുറന്ന് വളരുന്നതിനും സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഉപയോഗം മൈഗ്രെയിനിന് ഉപയോഗിക്കാം. മൈഗ്രെയിൻ എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ചെന്നിക്കുത്തില്ലേ, ഇടത്തെ സൈഡിലാണ് ചെന്നിക്കുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ വലത്തെ കാലിന്റെ തള്ള വിരലിൽ ഇത് സമൂലം പറിച്ചെടുത്ത് അരച്ച് കെട്ടിവെക്കുക. അത് രാത്രി കെട്ടിവെച്ച് രാവിലെ അഴിച്ചു കളയാം, അല്ലെങ്കിൽ രാവിലെ കെട്ടിവെച്ച് വൈകുന്നേരം അഴിച്ചു കളയാം. വലത്തെ ചെന്നിക്കാണ് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇടത്തെ കാലിന്റെ തള്ളവിരലിൽ കെട്ടിവെക്കുക. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് കെട്ടിവെച്ച് ഒരു 12 മണിക്കൂർ കെട്ടിവെക്കണം, അഴിച്ചു മാറ്റുക. ഇത് പതിവായിട്ട് ചെയ്താൽ മൈഗ്രെയിൻ വിട്ടുമാറുന്നതിന് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഇത് പ്രധാനമായിട്ട് 2-3 രീതിയിൽ ഉപയോഗിക്കാം. അത് ആദ്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം, എന്നിട്ട് പറയാം ഓരോരോ രോഗാവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അതായത് ഇത് ഒരു സ്വരസായിട്ടോ
അല്ലെങ്കിൽ കൽക്കായിട്ട് ഉപയോഗിക്കേണ്ട ഔഷധദ്രവ്യ. അതായത് സമൂലം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ച് ഒരു 10 ഗ്രാം മുതൽ 20 ഗ്രാം വരെ പതിവായിട്ട് രാവിലെ വെറും വയറ്റിൽ സേവിക്കുക. അതാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള വിധി. അതിപ്പോ ഒരു ദിവസമോ 2 ദിവസം ഒന്നും കഴിച്ചോണ്ടാവില്ല കേട്ടോ. ഒരു 21 ദിവസമോ 41 ദിവസമോ രോഗ തീവ്രതയ്ക്ക് അനുസരിച്ച് പതിവായിട്ട് സേവിക്കണം. എന്നാലേ ഇതിന്റെ ഫലം കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ സ്വരസം ഒന്ന് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക. സമൂലം ഉപയോഗിക്കാതെ ഒന്ന് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക, അല്ലെങ്കിൽ സമൂലം പറിച്ചെടുത്ത് അരച്ച് കൽക്കനായിട്ട് അരച്ച് പേസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനാണ് കൽക്കം എന്ന് പറയുന്നത്. അതൊരു 10 ഗ്രാം മിനിമം വേണം, മാക്സിമം 20 ഗ്രാം. അത് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് സേവിക്കുക. അതാണ് ഇതിന്റെ വിധി. ഇനിയിപ്പോൾ ഇത് അത്രയ്ക്ക് അധികമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല നിൽക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 4-5 കടയോടെ പറിച്ചെടുത്തിട്ട് കഷായം വെച്ച് കഴിക്കാം. അപ്പൊ അത് 4-5 കട പറിച്ചെടുക്കുക, കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചിട്ടിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നല്ലപോലെ തിളപ്പിച്ച് 4-1 വറ്റിക്കുക. അപ്പൊ 4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 5-8 കട സമൂലം പറിച്ചിട്ട് നന്നായിട്ട് ചെറുതീകരിച്ച് കത്തിച്ച് തിളപ്പിച്ച് ഒരു ഗ്ലാസ് 4-1 വറ്റിക്കുമ്പോൾ 1 ഗ്ലാസ് ആയില്ലേ. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് അതിന്റെ പകുതി രാവിലെ വെറും വയറ്റിലും പകുതി രാത്രി ഭക്ഷണത്തിന് ഒരു 1 മണിക്കൂർ മുമ്പും അങ്ങനെയും കഴിക്കാം. കൂടുതൽ അളവിൽ ലഭ്യമല്ലെങ്കിൽ. അപ്പോൾ സ്വരസമായിട്ടോ കൽക്കമായിട്ടാണ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഇനി അത്രയും അളവ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ ഇത് കഷായമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെയും പലവിധ പ്രയോഗങ്ങളുണ്ട് കേട്ടോ, ഒന്നൊന്നായിട്ട് പറയാൻ ശ്രദ്ധിച്ച് കേൾക്ക്. ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട്, ഒരു സീസണിൽ ധാരാളമായിട്ട് കിട്ടും, നിങ്ങളുടെ പറമ്പിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ അത് വേനൽക്കാലം ആകുമ്പോൾ വെറുതെ ഉണങ്ങി പോകാന്നൊക്കെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് സമൂലം പറിച്ചെടുക്കുക. അത് മൊത്തം അവിടെ പറിച്ചെടുത്തോ, എന്നിട്ട് നിഴലിൽ ഉണക്കണം, തണലിൽ ഉണക്കണം. കുറച്ച് ദിവസം എടുക്കും അത് ഉണങ്ങി കിട്ടാനായിട്ട്. നല്ല വെയിലത്ത് ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഔഷധവീര്യമൊക്കെ വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് നിഴലിലിട്ട് നിത്യേന ഉണക്കുക. കുറച്ച് കാലം കൊണ്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും, അത് 5-10 ദിവസം എടുക്കും. നന്നായിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് അരിച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് ജാറിൽ അങ്ങോട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെയും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2-3 രീതിയിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ രക്താർശസിൽ വേറെ രീതിയിൽ പ്രയോഗിക്കാണ്ട് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇനിയിപ്പോൾ ചൂർണ്ണമായിട്ട് തയ്യാറാക്കണമെങ്കിൽ ഹൃദ്രോഗം, ഇതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. ഏറ്റവും കൂടുതൽ പേർക്ക് ഇത് അറിഞ്ഞിട്ടുള്ളത്, പോപ്പുലറായിട്ടത് ഹൃദ്രോഗത്തിന് ഉപയോഗിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹൃദ്രോഗത്തിന് ഉപയോഗിക്കാൻ ഈ നേരത്തെ പറഞ്ഞ ചൂർണ്ണല്ലേ, അതൊരു 1/2 ടീസ്പൂൺ ചേർണം. ഒരു 1 സ്പൂൺ തേനും കൂടി ചേർത്ത് നന്നായിട്ട് ചാലിച്ചിട്ട് കാലത്ത് ഭക്ഷണത്തിന് മുമ്പ് സ്ഥിരമായിട്ട് കഴിക്കുക. സ്ഥിരമായിട്ട് ശീലിച്ചോ. നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദ്രോഗത്തിന് ECGയിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് കാണുക, എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന്, അതുകൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ, അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിനും തീവ്രത കൂടാതിരിക്കുന്നതിനും, അതുവഴി ഒരു ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിന് ഇത് നിത്യേന ഉപയോഗിക്കുന്നത് സഹായിക്കും. പിന്നെ ഇതിന് വിഷകരത്വമുള്ളതുകൊണ്ടേ നിങ്ങൾ ഈ ഹോർലിക്സ്, ബൂസ്റ്റ്, ന്യൂട്രമലൊക്കെ വാങ്ങി കഴിക്കുന്നതിന് ഒരു ജനറൽ ഹെൽത്ത് ടോണിക് പോലെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഇന്ന് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അത് ഈ വിഷകരത്തുള്ള ഇതുപോലെ സേഫ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഇത്തരം സംഗതി നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് പറിച്ചെടുത്ത് നൈസായിട്ട് പൊടിച്ച് എയർ ടൈറ്റ് ജാറിൽ സൂക്ഷിച്ചു വയ്ക്കുക. ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ വെച്ച് ഇങ്ങനെ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ പൊടി രാവിലെ ഒരു 1 ഗ്ലാസോ 1 ഗ്ലാസോ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് കുടിച്ചു നോക്കി പതിവായിട്ട് നിങ്ങൾക്ക് ഈ ശരീരത്തിൽ ഈ ഫാറ്റി ലിവറും കൊഴുപ്പും ഒക്കെ കുറയുന്നതിന് സഹായിക്കും. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒന്നുകിൽ സ്വരസായിട്ട് അല്ലെങ്കിൽ കഷായം വെച്ച് ചൂർണ്ണമായിട്ട് എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്ന് പറയട്ടെ. ഹൃദ്രോഗത്തിനാണെങ്കിൽ തേനിൽ ചാലിച്ച് കഴിച്ചോ. അത് കുറച്ചും കൂടി ആ കഫം കുറയുന്നതിനും ആ ചെറിയ വെസൽസിലേക്ക് തുളച്ച് കയറുന്നതിനും പെട്ടെന്ന് ഫലം കിട്ടുന്നതിനും സാധ്യതയുണ്ട് തേനിൽ ചാലിച്ച് കഴിക്കുമ്പോൾ. ഇനി അതല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചാലിച്ച് കഴിച്ചാലും ഇളക്കി ചേർത്ത് കഴിച്ചാലും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഹൃദ്രോഗത്തിന് പറ്റും. വ്രണങ്ങൾക്ക് എങ്ങനെയാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ച് പേസ്റ്റാക്കി പുരട്ടുക. നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് വ്രണങ്ങളൊക്കെ രക്തദൂഷ്യം കൊണ്ട് വ്രണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അരച്ച് പുരട്ടിയിടാം ലേബായിട്ട്. ഇനി മുഴകൾ കാണും ശരീരത്തിൽ, അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് മുഴകൾ വരും, അവിടെ ഇത് അരച്ച് പുരട്ടാം. അതുപോലെ മന്ത് രോഗത്തിന് ഇത് പുറമെ അരച്ച് പുരട്ടുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ ഈ പറഞ്ഞ മാതിരി സ്വരസമായിട്ടോ കൽക്കമായിട്ടോ കഷായമായിട്ടോ ചൂർണം ചൂടുവെള്ളത്തിൽ ചേർത്ത് കലക്കിയോ പതിവായിട്ട് സേവിക്കുന്നത് മന്ത് രോഗം ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിൽ വരുന്ന അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന മുഴകൾ ശമിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് കൊളസ്ട്രോൾ കൂടുമ്പോൾ, അമിതമായിട്ട് കൊളസ്ട്രോൾ കൂടുന്നുണ്ട്, അതുവഴി രക്തധമനികൾ അടയുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നു. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റു 2 സംഗതികളാണ് പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാം. ഇതേപോലെ ചൂർണ്ണമാണെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുക, അല്ലെങ്കിൽ കൽക്കമായിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇനി കഷായം വെച്ചിട്ടാണെങ്കിൽ രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിക്കുക. പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. അമിത ഭാരം ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. പിന്നെ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ള കൊളസ്ട്രോൾ കുറയുന്നതിന്, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന്, ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ അലിഞ്ഞു പോകുന്നതിന്, മന്ത് രോഗത്തിന് ഉള്ളിലേക്ക് കഴിക്കുകയും വേണം, അരച്ച് പുറമെ പുരട്ടിയിടും വേണം. പിന്നെ ഹോട്ട് ഫ്ലാഷസ്, ആർത്തവം നിലക്കുന്നതിനോട് കൂടി മെനോപോസൽ സിൻഡ്രോം, അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലൊക്കെ ഇങ്ങനെ ചുടിച്ചിരി തോന്നുന്ന അവസ്ഥയുണ്ട്.
അത്തരം അവസ്ഥയിൽ ഇത് അരച്ച് പുരട്ടിയിടാം. ശരീരത്തിൽ കുളിക്കുന്നതിന് മുമ്പ് അരച്ച് പുരട്ടി ലേപം പോലെ ഇട്ടിട്ട് കുളിക്കുക. ഒരിളം ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം ചുട്ടുപൊള്ളുന്ന അവസ്ഥയ്ക്ക് ശമനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു സംഗതിയാണ് മൂത്രച്ചുടിച്ചിൽ, മൂത്രക്കടച്ചിൽ, മൂത്രപ്പഴുപ്പ്. ഇത്തരം അവസ്ഥയിൽ മൂത്രച്ചൂട്, ബേണിംഗ് മെച്യൂറേഷൻ, മൂത്രം പോകുമ്പോൾ ഇങ്ങനെ കലശലായ പുകച്ചിലും വേദനയൊക്കെ അനുഭവപ്പെടുക. ഇത്തരം അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇത് അരച്ചെടുത്ത കലക്കം ഇളനീര് ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കുക. ഇളനീരിൽ അരച്ച് കലക്കിയിട്ട് കഴിക്കുക. തവിഴാമവേര് കഷായം വെച്ചിട്ട് കഴിച്ചാലും ഈ മൂത്രച്ചൂടിനും മൂത്രക്കടച്ചിലിനും കിഡ്നി സ്റ്റോണിനും ഒക്കെ ശമനം ലഭിക്കുന്നതിന് സഹായകമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനും ഉപയോഗിക്കാം. ഇനി നമുക്ക് രക്താർശസിന്, അത് ഇതുപോലെ ഏറ്റവും നല്ലത് നിങ്ങൾ സമൂലം പറിച്ചെടുത്ത് അരച്ച് കലക്കനായിട്ട് കഴിക്കുന്നതാണ്. ഇനി അങ്ങനെ സാധിക്കില്ലെങ്കിൽ കഷായം വെച്ച് കഴിക്കാം. അതും ഇല്ലെങ്കിൽ മറ്റേ കഷായോ കൽക്കോ വർക്ക് ചെയ്യുന്ന പോലെ രക്താർശസിൽ ചൂർണം ചൂടുവെള്ളത്തിൽ കലക്കി കഴിച്ചാൽ അത്ര ഫലം കിട്ടില്ല. കൽക്കമായിട്ട് കഴിക്കണം, അതല്ലെങ്കിൽ കഷായം വെച്ചെങ്കിലും കഴിക്കണം. ഇനി മറ്റൊരു പ്രയോഗം കൂടെ പറയാം. നമുക്ക് ഈ സമൂലം പറിച്ചെടുത്ത് നിഴലിൽ ഉണക്കിയ ആ പൊടി ഉണ്ടല്ലോ, ആ പൊടി സമൂലം പൊടിച്ചെടുക്കുക. സമൂലം പറിച്ചെടുത്ത് നിഴലിൽ ഉണക്കിയ പൊടി പകുതി, അതായത് ഇപ്പോൾ ഒരു 100 ഗ്രാം ഒരു കഷായത്തിന് നമുക്ക് 60 ഗ്രാം വേണ്ടത്. അപ്പോൾ ഒരു 40 ഗ്രാം ഈ ചോറിനും 20 ഗ്രാം മല്ലിയും കൂടെ ചേർത്ത് കഷായം വെച്ചിട്ട് കഴിച്ചാലും ഈ മൂത്രച്ചൂട് ശമിക്കുന്നതിന് സഹായിക്കുന്നു. 60 ഗ്രാമാണ് ഒരു ഫലം മരുന്ന്. ഓക്കെ, ഒരു കഷായോഗ 60 ഗ്രാമാണ്. അപ്പോൾ ഒരു 40 ഗ്രാം ഈ നമ്മുടെ ആനച്ചൂടിയുടെ ചൂർണം ഉണക്കി പൊടിച്ചെടുത്ത ചൂർണം എടുക്കാം. അതല്ലെങ്കിൽ സമൂലം പറിച്ചെടുത്ത് അങ്ങനെ ചതച്ചിട്ട് എടുക്കാം. അത് 40 ഗ്രാം ഉണ്ടെങ്കിൽ 20 ഗ്രാം നമുക്ക് മല്ലി വേണം. ഇങ്ങനെ കഷായം വെച്ച് വറ്റിച്ചെടുത്ത് കുടിച്ചാലും നമുക്ക് മൂത്രച്ചൂടിന് ശമിക്കുന്നതിന് സഹായകമാകുന്നുണ്ട്. ഓക്കെ, ഇനി രക്താർശസിന് തന്നെ പ്രയോഗിക്കാവുന്ന മറ്റൊരു പ്രയോഗമുണ്ട്. അതായത് നമ്മുടെ ചെന്നല്ലരി ഇല്ലേ, മട്ടയരി, അത് കഴുകി ഉണക്കിയെടുത്തിട്ട് ചട്ടിയിലിട്ടൊന്ന് ചെറുങ്ങനെ ചട്ടിയിലിട്ട് വറുക്കുക. അതിൻ്റെ കൂടെ ഈ ആനച്ചൂടിൻ്റെ വേര് അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇടുക. അതുപോലെ തന്നെ തെങ്ങിൻ ചക്കര, കരിപ്പെട്ടി ചക്കര, അതും കൂടെ ചേർത്തിട്ട് ഇടിക്കുക. ചെന്നല്ലരി വറുത്തെടുത്തത്, കരിപ്പെട്ടി ചക്കര, ആനേടിയൻ്റെ വേര്, ഇത്രയും സംഗതി ഇടിച്ച് പൊടിയാക്കിയിട്ട് ഒരു പിടി ഇങ്ങനെ കിട്ടുന്നത്, അതൊരു 3-4 പ്രാവശ്യം ഇതും ഡെയിലി വായിലിട്ട് അലിയിച്ചിറക്കുന്നത് രക്താർശസ് ശമിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ രക്താർശസ് ഉള്ളവർ ഇത് സമൂലം പറിച്ചെടുത്ത് മോരിൽ അരച്ച് കലക്കി കഴിച്ചാലും രക്താർശസ്, ബ്ലീഡിങ് പൈൽസ് കുറയുന്നതിന് സഹായകമാകുന്നുണ്ട്. ഓക്കെ, അതിനുപയോഗിക്കാം. ഇനി ആണി എന്ന് പറയുന്ന അവസ്ഥ, പാദത്തിന്റെ അടിയിൽ ഇങ്ങനെ ആണി വരില്ലേ, കലശലായ വേദനയായിരിക്കും, കാല് നിലത്ത് കുറ്റി അമർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയിലും ഇത് അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ശമനം ലഭിക്കുന്നതാണ്. കീടങ്ങൾ പ്രാണികളൊക്കെ കടിച്ച് വ്രണം വരുന്നുണ്ടെങ്കിൽ അവിടെ ആനച്ചൂടി സമൂലം പറിച്ചെടുത്ത് പച്ചമഞ്ഞളും കൂടെ എടുത്ത് പുരട്ടിയിട്ടാലും ആ കീടങ്ങൾ കടിച്ചുണ്ടാകുന്ന പാടുകളും കടച്ചിലും വേദനയൊക്കെ ഇല്ലാതാവുന്നതിന് സഹായിക്കുന്നു. സമൂലം പറിച്ചെടുത്ത് അരച്ചെടുത്ത് പുരട്ടിയാൽ വ്രണങ്ങൾ ശമിക്കും, മുഴകൾ ശമിക്കും. അതുപോലെ മന്ദരോഗത്തിന് നല്ലതാണ്. മൈഗ്രെയിന് ആദ്യം പറഞ്ഞു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ആവർത്തിച്ച് കാണണം കേട്ടോ, എന്നിട്ട് വേണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ. മൈഗ്രെയിന് നമുക്ക് ഇടത്തെ വശത്താണ് വരുന്നെങ്കിൽ വലത്തെ കാലിന്റെ തള്ളവിരലിൽ അരച്ച് പുരട്ടി രാത്രി കെട്ടിവെച്ച് പിറ്റേ ദിവസം രാവിലെ അഴിച്ച് കളയാം. അതല്ലെങ്കിൽ രാവിലെ കെട്ടിവെച്ച് രാത്രി അഴിച്ച് കളയാം. ഓക്കെ, അങ്ങനെ ഒരു 12 മണിക്കൂറെങ്കിലും കെട്ടിവെക്കണം. അപ്പോൾ അതിനും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് വളരെ കാലമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ലൈവായിട്ട് തൈ കാണിക്കണം എന്ന് വിചാരിച്ച് തരികയായിരുന്നു, പക്ഷെ കിട്ടിയില്ല, കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ ഇതെല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടിട്ടോ, ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെന്നേ. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ എത്തിക്കാൻ പറ്റും. ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ Xavier. ആദ്യം ആയുർവേദം. 2 കാര്യം കൂടി പറയാൻ പറ്റും. അതായത് കണ്ണില് മുറിവൊക്കെ പറ്റുക, അത്തരം അവസ്ഥയിൽ ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കണം, സ്വരസം എടുക്കണം. അത് മുലപ്പാലും കൂടെ ചേർത്തിട്ട് കണ്ണിലിറ്റിക്കുക. അപ്പൊ കണ്ണിലുണ്ടാവുന്ന രോഗങ്ങൾ, കണ്ണ് ചുവപ്പ് ചൊറിഞ്ഞ് തടിച്ചു വരല്, കണ്ണിൽ എന്തെങ്കിലും പ്രാണികൾ കുത്തിയോ മുറിവുകൾ പറ്റുകയൊക്കെ ചെയ്താൽ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ശമിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂലം പറിച്ചെടുക്കുക, അത് ഇടിച്ചു പിഴിഞ്ഞ നീര് സ്വല്പം മുലപ്പാലും കൂടെ ചേർത്ത് കണ്ണിലിറ്റിക്കുക. അത് പതിവായിട്ട് ചെയ്താൽ കണ്ണിലുണ്ടാകുന്ന മുറിവുകളോ പ്രാണികൾ കുത്തിയിട്ടോ എന്തെങ്കിലും തട്ടിയിട്ടൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് ശമിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നടുവേദന, ബാക്ക് പെയിൻ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അരച്ച ലേപമാക്കി പുരട്ടി കെട്ടിവെച്ച് കിടക്കണം. ഓക്കെ, അതും നടുവേദന കുറയുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്.